ഹായ് ഫ്രണ്ട്സ്, ജാസ് വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാങ്ങാക്കാലമായാൽ ഞങ്ങൾക്കുള്ള പരിപാടി രാവിലെ തന്നെ വന്ന് മാങ്ങ പെറുക്കിയെടുക്കലാണ്. മക്കളൊന്നും കൂടാറില്ല, ഇവരൊക്കെ രണ്ടാളും ഭയങ്കര മടിയെത്തിയാളാണ്. അപ്പോൾ അവരെ രണ്ടാളെയും കൂടി വിളിച്ചിരുന്നു. മോന് ട്യൂഷന് പോയ കാരണം അവനില്ല. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഞാനും മോനും വഷാക്കിയും കൂടിയാണ് പെറുക്കിയെടുക്കാറ്. അപ്പോൾ ഇന്ന് വരെ മെല്ലെ സോപ്പിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒത്തിരി ഇതിനേക്കാളും മാങ്ങകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അന്നൊക്കെ വീഡിയോ കുറേ ഉള്ള സമയത്തൊക്കെ വീഡിയോ എടുക്കണമെന്ന് കരുതും, മടി പിടിച്ച് ഇപ്പോൾ അതാ ലാസ്റ്റ് ആയപ്പോഴാണ് ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടി വന്നത്. ഈ മാങ്ങയുടെ പേരെന്താണെന്നൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ പറയൽ പഞ്ചാര മാങ്ങ അല്ലെങ്കിൽ മുട്ടിക്കുടിയ മാങ്ങ എന്നൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു. അങ്ങനെയാണ് എനിക്കിതിൻ്റെ പേര് മനസ്സിലായത്. ചന്ദ്രക്കാരൻ എന്നാണ് പറയുക ഇതിൻ്റെ ഒറിജിനൽ നെയിം കേട്ടോ. അപ്പോൾ ഒത്തിരി മാങ്ങകൾ ഇതെങ്ങനെയെന്നറിയാം, കൊല കൊലയായിട്ടാണ് ഉണ്ടാവുക. വീഴുമ്പോഴും തന്നെ ഒത്തിരി കണ്ട് വീഴും, പെട്ടെന്ന് അങ്ങോട്ട് കഴിയുകയും ചെയ്യും, ഒരുപാട് അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇത് കണ്ട വേറൊരു ഷേപ്പിൽ. പിന്നെ ഇതിൻ്റെ കളറ് ഈ പച്ച കളർ തന്നെ ആയിരിക്കും, ഒരു ചെറിയൊരു കറ ഉണ്ടാവും. പിന്നെ ഇതുകൊണ്ട് ഞാൻ എപ്പോഴും മധുരമുള്ള ഈ മാങ്ങ കൊണ്ട് ഞാൻ കറി വെക്കാറുണ്ട്, മാമ്പഴ പുളിശ്ശേരി. അത് വെച്ചാൽ നല്ല രസമാണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു മാവ് വെക്കാൻ തന്നെ കാരണവശാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ കടുമാങ്ങ അച്ചാർ ഇടാനും വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി വെച്ചൊരു മാവാണിത്. മുറ്റത്തൊരു മാവ്, അതൊരു പണ്ടേ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ വെച്ചൊരു മാവാണിത്. ഒത്തിരി കാലം ആദ്യമൊക്കെ കുറേശ്ശൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. കടുമാങ്ങ അച്ചാർ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോൾ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കിയോ അതൊട്ട് ഇല്ല താനും. എന്താണെന്നറിയാം, ചെറിയ പ്രായത്തിൽ പൊട്ടിക്കാതെ നിന്നു. അപ്പം ഞാൻ സമ്മതിച്ചില്ല. ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം ഇത്രയും ഉണ്ടാവുന്നത് കേട്ടോ. അന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ ഒരു 10 15 നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പ്രാവശ്യമാണ് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇനി ചെറുതിലേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പഴുത്താൽ കഴിക്കാൻ ഉണ്ടാവില്ല. അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ മാഷാല്ലാ, എന്നാലും കഴിക്കാൻ ഉണ്ടാവില്ല. അന്ന് അപ്പോൾ ഒരു ബേജാറ് അതിപ്പൊന്ന് ചെറുത് പൊട്ടിക്കാനായി നിന്നപ്പോൾ. എന്തായാലും അച്ചാർ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഉണ്ടാവുകയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കണം. ഒരു മാങ്ങ ഉപ്പിലിടുക പോലും ചെയ്തിട്ടില്ല അതിമൊന്ന് എടുത്തിട്ട്. അപ്പോൾ പഴുക്കാൻ വേണ്ടി മാത്രം നിർത്തി. ചെറിയ മാങ്ങയാണെങ്കിലും നല്ല രുചിയാണ്. ഒത്തിരി പേര് നമ്മൾ ഇതിൻ്റെ ഈ മാങ്ങൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്ടിൽ, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലും ഇതേപോലെയുള്ള മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മാവൊക്കെ വെട്ടിപ്പോയി. ഞങ്ങളെ കുട്ടിക്കാലമൊക്കെ നല്ല രസമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ പുലർച്ചെ എണീറ്റ് വരും കേട്ടോ മാങ്ങയൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ ഒരൊറ്റ മാങ്ങ പോലും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ വന്ന് പെറുക്കി കൊണ്ടുപോകും. പക്ഷെ എന്ന സ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു മാങ്ങ പെറുക്കാൻ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തും കല്ലൊക്കെ എറിഞ്ഞിട്ടും മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ അവിടെ പോയി പെറുക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പോയിട്ട് മാങ്ങ എടുക്കേ, അത് കല്ലെറിഞ്ഞ് കൊണ്ടുപോവേ, കല്ലെറിയാറുണ്ട് നമ്മൾ റോഡ് സൈഡിലൊക്കെ. പക്ഷെ എന്നാലും ഒരു വീട്ടിൽ കയറിയിട്ടും അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ആരെങ്കിലൊക്കെ വീട്ടിലുണ്ടായാൽ മതി, അതൊക്കെ നമുക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളൊരു തോന്നലായിരുന്നു. ഇപ്പോൾ എന്തൊരു കാര്യം, ഞാവൽപ്പഴമായാലും മാങ്ങ ആയാലും എല്ലാതും നമ്മൾ അങ്ങനെ തന്നെയാണ്. അല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ പോയിട്ട് മാങ്ങ പെറുക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ആൺകുട്ടികളൊക്കെ ഇപ്പോൾ ഫുട്ബോളൊക്കെ കളിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പെൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ വിടുക, വീട്ടിൽ വരിക, അവർ കുളി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നുകിൽ ഫോൺ നോക്കും അല്ലെങ്കിൽ TV നോക്കും, അവർ പഠിക്കും. ഇന്നത്തെ ആ ഒരു ജനറേഷൻ ഇങ്ങനെ ആയി മാറി. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂള് വിടുന്നതും ഡ്രസ്സ് യൂണിഫോം പോലും മാറ്റിയിടാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോഴേക്കും കൂട്ടുകാരെ വീട്ടിലേക്ക് പോകലും ഇതുപോലെ മാങ്ങ പെറുക്കലും മാങ്ങ ഉപ്പിലിടലും അങ്ങനെയൊക്കെ ഉള്ള ഒരു രസമായിരുന്നു. ഞാനിവിടെ മക്കളോട് ഈ കാര്യങ്ങളൊക്കെ പറയട്ടെ. അപ്പോൾ
എന്നോട് പറയും ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിതുപോലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ, ഞങ്ങൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി. അപ്പോൾ മാങ്ങ വീഴുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരൊറ്റ ഓട്ടമായിരിക്കും. എന്നിട്ട് വീണിട്ട് കയ്യിൻ്റെ ഉള്ളനടിയിലൊക്കെ മുറിവ് വന്നിട്ട് ഉള്ള സമയം വരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മളൊരു കളിയാക്കലാണ്. അതാ ഇവിടെ എത്തിയപ്പോൾ ഇവള് മാങ്ങൊക്കെ പെറുക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ആകെ അലമ്പായി കെടുക്കാണ് കേട്ടോ. നമ്മുടെ മാമ ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നിട്ടുണ്ട്. അവൻ വന്നാൽ ഇവിടെയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഇപ്പം ഞങ്ങൾ എടുക്കുന്നത് കോമാങ്ങയാണ്. കോമാങ്ങ 2 ഇനം ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു മാങ്ങ നല്ല രസമാണ്. മറ്റേ മാങ്ങ ഇത്തിരി മധുരം കുറവാണ് കേട്ടോ. 2 ഇനമാണ് കോമാങ്ങ ഉള്ളത്. പണ്ട് ഞങ്ങളെ വീട്ടിലൊരു അമ്മായി വരും കേട്ടോ, ഞങ്ങളുടെ വല്യപ്പാൻ്റെ പെങ്ങൾ. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് അറിയും കപ്പാങ്ങ കോമാങ്ങ എന്ന് പറയും. കപ്പാങ്ങ കോമാങ്ങ, കപ്പാങ്ങ കോമാങ്ങ, അങ്ങനെ കുറേ പ്രാവശ്യം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ഇതാണ് 2ാമത്തെ മാവ്, നമ്മുടെ കോമാങ്ങ. ഈ ഒരു മാവിലെ മാങ്ങ കുറച്ച് മധുരം കുറവാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ അവർ മക്കളൊന്നും മാങ്ങ കഴിക്കൂല. നമ്മുടെ മുട്ടിക്കുടിയ മാങ്ങ കഴിക്കും, പക്ഷേ ഈ കോമാങ്ങ ഒന്നും ആരും കഴിക്കൂല. അപ്പോഴേക്കും അവള് അതുമുള്ള മാങ്ങ പൊട്ടിച്ച് ഒരു പേടിയുമില്ല, എന്തുമേലും കൊത്തിപ്പൊടിച്ച് കയറിപ്പോവും. അപ്പോൾ നിങ്ങളൊന്ന് കപ്പാങ്ങ കോമാങ്ങ എന്നൊന്ന് കുറേ പ്രാവശ്യം, ഒരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കൂ, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഭാഗത്തുള്ള മാങ്ങ കൂടി പെറുക്കാണ്. എല്ലാം നല്ല പഴുത്തിട്ടാ. ഈ കോമാങ്ങൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഒരു ഭാഗം നല്ല കുറച്ചൊരു റെഡ് കളറായിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്ത് ഒരുപാട് കൃഷിയൊക്കെ ചെയ്യട്ടോ. അവിടെ കുറച്ച് വലിയ മരങ്ങളും പ്ലാവും പിന്നെ അതേപോലെ തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം നമുക്ക് ഇവിടെ വല്ലാണ്ട് കൃഷി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു മുരിങ്ങമരം കണ്ടോ, ചെറിയ മുരിങ്ങമരമാണ്, 6 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഒരു കായ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ മാവും വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ പേരക്ക തൈ 2 എണ്ണം വെച്ചിട്ടുണ്ട്, പിന്നെ ബെറാപ്പിൾ, അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാങ്ങൊക്കെ പെറുക്കി വരികയാണ്. ഞങ്ങളെ കുട്ടിക്കാലത്ത് ഇതൊക്കെ കഴിച്ചിരുന്നത് ഞങ്ങളിതാ ഇതുപോലെ ഇങ്ങനെ കുത്തു, മതിലോ മരത്തിലൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഇതാ ആദ്യം ഇവിടെ വെച്ച് ഇങ്ങനെ ഉരക്കും. ഇങ്ങനെ ഉരച്ചിട്ട് ഇതാ ഇങ്ങനെ ആദ്യം കുടിക്കും. എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ തൊലി എടുക്കാം, ഇല്ലെങ്കിൽ ഈ രീതിക്കാണ് ഞങ്ങൾ കുടിക്കാറ്. വേണമെങ്കിൽ നമുക്ക് തൊലി എടുത്തിട്ട് കഴിക്കാം. ഇതിൻ്റെ തൊലിയും നല്ല ടേസ്റ്റാണ്. ഇതുണ്ടോ, ശരിക്കും നമുക്ക് ഒറ്റ ഇരിപ്പിൽ ഒരു 10 എണ്ണമൊക്കെ കഴിച്ചു പോകും. അത്രയും കുഞ്ഞനാണ്, പക്ഷെ നല്ല രുചിയാണിത്. കുതിര നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിങ്ങനെയൊക്കെ ഇപ്പോഴും ഞങ്ങളിവിടെ വീട്ടിലെല്ലാവരും കൂടി കഴിക്കുമ്പോൾ വെറുതെ വിളിച്ചുകൂടി ആനെ കുതിരേത് ചോദിക്കാറുണ്ട്. അപ്പം അതൊക്കെ ഒരു രസമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.